പഴയ താളുകൾ മനസ്സിലിങ്ങനെ മറച്ചു പോയപ്പോൾ കണ്ടൊരു മുഖമുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ പഠിച്ചൊരു സുഹൃത്തിൻ്റെ മുഖം. അവൻ്റെ വാക്കുകൾ, പൊറുക്കില്ല എന്നൊരു വാക്ക്, അതെന്നെ ഏറെ ചിന്തിപ്പിച്ചു. 36 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ വിളിച്ചു. പ്രിയ സുഹൃത്ത് രമേശ്, ഞാനൊരു സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണ്. അവൻ മറ്റൊരു സൈക്കിളിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പേനയിലെ മഷി മുഴുവൻ അവൻ്റെ തൂവെള്ള വസ്ത്രത്തിലേക്ക് ഞാൻ തെറിപ്പിച്ച സമയത്ത് അവൻ എന്നോട് പറഞ്ഞ വാക്ക് പൊറുക്കില്ല ഞാൻ. പക്ഷേ 36 വർഷങ്ങൾക്ക് ശേഷം അവനത് ഓർക്കുന്നില്ല. പക്ഷെ അവന് വളരെ സന്തോഷമായി. അവൻ എന്നോട് പറഞ്ഞു, നിന്റെ ഈ വിളി എന്നിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാക്കി. ഞാൻ ആ സംഭവങ്ങളൊന്നും ഓർക്കുന്നില്ല, എങ്കിലും ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ യാത്രകൾ നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകൾ കഴുകിക്കളയുന്നതാണ്. പക്ഷേ തീർത്ഥയാത്രകളുണ്ട്. അത് ആത്മീയ വിശുദ്ധിയിലൂടെ മനുഷ്യനെ ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് നയിക്കുന്ന മഹത്തായ ആത്മീയ യാത്രകളാണ് തീർത്ഥയാത്രകൾ. അത്തരമൊരു തീർത്ഥയാത്രയുടെ വഴിയിലാണ് ഞാനും എൻ്റെ ഭാര്യയും. വളരെ പൗരാണികമായ നഗരമായിരുന്ന ബക്ക, ഇന്നത്തെ മക്ക. മക്കയിലെ ഏറ്റവും പുരാതനമായ ലോകത്തെ ആദ്യത്തെ ആരാധനാലയം എന്ന് പറയുന്ന കഅബ, ആ പുണ്യഭൂമിയിലേക്കാണ് ഈ യാത്ര. ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ദാനമാണെന്ന് നമ്മെ പഠിപ്പിച്ച പ്രവാചകന്റെ ജന്മഭൂമിയിലേക്കുള്ള യാത്ര. തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഒരുപാട് തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ അതിജീവിച്ച ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മകളുടെ താഴ്വരയിലേക്കുള്ള യാത്ര. ആരോരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ, സഫാ മർവ കുന്നുകൾക്കിടയിൽ തൻ്റെ 3 മാസം പ്രായമായ ഇസ്മായിൽ എന്ന കുഞ്ഞിന് ഒരുറ്റ് ദാഹജലത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ ഓടിയപ്പോൾ ആ കുഞ്ഞിൻ്റെ പാദസ്പർശമേറ്റിടത്ത് നിന്ന് സംസം എന്ന് പറഞ്ഞ ദാഹജലം നൽകി ദൈവം അനുഗ്രഹിച്ച താഴ്വരയിലേക്കുള്ള യാത്ര. ഈ യാത്രയ്ക്ക് പുറപ്പെടുക എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ ക്ഷമയോട് കൂടിയിട്ടുള്ള പുറപ്പെടലാണ്. യാത്രക്കൊരുങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം മതി. പക്ഷേ ആ ഒരുക്കത്തിന്, മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിന് ഒരുപാട് കാലത്തെ പ്രയത്നം ആവശ്യമാണ്. എല്ലാ ബാധ്യതകളും തീർത്ത് നമ്മുടെ ജീവിതയാത്രയിൽ ഇതുവരെ കണ്ട ഒരുപാട് മുഖങ്ങളെ മനസ്സിലോർത്ത് ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പപേക്ഷിച്ച് പോവേണ്ട യാത്രയാണ്. ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഭൂമിയിലുള്ള നമ്മൾ പരസ്പരം ക്ഷമിച്ചാലേ ആകാശത്തുള്ള ദൈവം നമ്മളോട് ക്ഷമിക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ആരുടെങ്കിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ എന്തുണ്ടെങ്കിലും അതിന് ക്ഷമ ചോദിച്ചിട്ടാണ് ഈ യാത്ര പുറപ്പെടേണ്ടത്. എല്ലാവർക്കും വേണ്ടി, ലോകസമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വാക്കാൽ ഞാൻ നിങ്ങളുടെ സ്വന്തം സഹീർ സ്റ്റോറീസ്. താങ്ക് യു.